ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ശിവരാത്രിയാണല്ലോ വരുന്നത്. നമുക്ക് ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ചും ശിവമഹിമയെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കാം. ശിവനുമായി ബന്ധപ്പെട്ട പുണ്യദിനം മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം ശിവരാത്രി. ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത്. 2 രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേത് എടുക്കണമെന്നാണ് ശാസ്ത്രം. താപസന്മാർക്ക് പ്രധാനവും ശിവപ്രതീകരവുമായ ഈ വ്രതം അതിശ്രേഷ്ഠവുമാണ്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന മൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കുമെന്നാണ് വിശ്വാസം. മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണല്ലോ. എല്ലാവർക്കും വേഗത്തിൽ തന്നെ ഇഷ്ടവരവും കൊടുക്കും. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് വൃകാസുരന്റെ കഥ. അസുരനൊരു ശിവഭക്തനായിരുന്നു കേട്ടോ. കഠിന തപം കൊണ്ട് അദ്ദേഹം ശിവനെ പ്രീതിപ്പെടുത്തും. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തു വരം വേണം വത്സ എന്ന ശിവഭഗവാന്റെ ചോദ്യത്തിന് വിചിത്രമായിരുന്നു അസുരന്റെ ആവശ്യം. അതായത്, ഞാൻ തൊടുന്നതെല്ലാം, ഞാൻ ആരെ തൊടുന്നുവോ അവർ ഭസ്മമായി പോകണം. അതാണ് അസുരന് വേണ്ട വരം. തഥാസ്തു എന്ന് ഭഗവാൻ അനുഗ്രഹവും കൊടുക്കും. പക്ഷേ അസുരനുണ്ടവിടുന്നു. അങ്ങനെ പറ്റിച്ചാലോ, എനിക്ക് വരമൊന്ന് പരീക്ഷിക്കണം എന്നായി അസുരൻ. ശിവഭഗവാൻ ധർമ്മസങ്കടത്തിലുമായി. അടുത്തെങ്ങും ആരുമില്ല. പറഞ്ഞു തീർന്നില്ല അസുരൻ ശിവന്റെ നേരെ കൈനീട്ടി. ഭഗവാൻ ഓടാൻ തുടങ്ങും. ഭസ്മാസുരൻ പുറകെ. അങ്ങനെ ശിവഭഗവാൻ മുന്നിലും അസുരൻ പുറകിലുമായി കുറേ ദൂരം അവർ ഓടും. അങ്ങനെ ഓടുന്ന സമയത്ത് ഭഗവാന് തോന്നുകയാണ് തന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന്. അങ്ങനെ ഭഗവാൻ നേരെ വൈകുണ്ഠത്തിലേക്ക് ഓടിയെത്തി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കും. സാക്ഷാൽ മഹാവിഷ്ണു രംഗത്തിറങ്ങും. അതും മോഹിനിയുടെ ചമയങ്ങളുമായി വശ്യമനോഹരിയായി അസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അസുരനോ മോഹിനിയെ കണ്ടതോടുകൂടെ താൻ എന്തിനാണ് ഓടിയത് എന്നോ ശിവഭഗവാൻ തനിക്ക് തന്ന വരം എന്താണ് എന്നോ ഒന്നും ഓർമ്മയില്ലാത്ത പോലെയായി. എല്ലാം മറന്നു. അങ്ങനെ അസുരൻ ആ സൗന്ദര്യത്തിൽ മയങ്ങി കുറേ നേരം നിൽക്കും. പെട്ടെന്ന് അസുരനൊരു ആഗ്രഹം തോന്നുകയാണ്. അതായത്, മോഹിനിയെ കല്യാണം കഴിക്കണം. അത് മോഹിനിയോട് പറയുമ്പോൾ മോഹിനി പറയും, ശരി, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അതായത്, തൻ്റെ ഒപ്പം താൻ നൃത്തം ചെയ്യുന്നത് പോലെ നൃത്തം ചെയ്യണം, തെറ്റരുത്. വിജയിച്ചാൽ അസുരനെ വിവാഹം കഴിക്കാം. ഉടനെ അസുരൻ പറയും, ശരി. അസുരനെ എങ്ങനെയെങ്കിലും മോഹിനിയെ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ നൃത്തം തുടങ്ങി. മോഹിനിയുടെ ചുവടൊപ്പിച്ച് അസുരനും നൃത്തം ചെയ്യും. നൃത്തം ചെയ്തുകൊണ്ട് കുറേ സമയം കഴിയുമ്പോൾ തന്ത്രത്തിൽ മോഹിനി തൻ്റെ തന്നെ കൈകൾ തൻ്റെ തലയിൽ തൊടുന്ന രംഗം അത് കണ്ട് നൃത്തത്തിലെല്ലാം മറന്ന അസുരനും ചതിയൊന്നും അറിയാതെ തൊട്ടു തൻ്റെ തലയിൽ. പിന്നത്തെ കഥ പറയേണ്ടതുണ്ടോ? അസുരൻ ഒരു പിടി ഭസ്മമായി മാറി. അന്നു മുതൽ വൃകാസുരൻ ഭസ്മാസുരൻ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ഇനി വൃകാസുരനെ പറ്റിയുള്ള മറ്റൊരു കഥ എന്താണെന്ന് കൂടെ കേൾക്കാം. ഭഗവാന്റെ കഥകൾ കേട്ട് പരീക്ഷിത് രാജാവിന് ഒരു സംശയം തോന്നുകയാണ്. വിഷ്ണു ഭഗവാൻ ലക്ഷ്മി സമേതനാണല്ലോ. എന്നാൽ വിഷ്ണു ഭക്തന്മാർ ദരിദ്ര കുക്ഷികളും, ശിവനാകട്ടെ സർവസംഘ പരിത്യാഗി. ശിവഭക്തന്മാരോ സമ്പൽ സമൃദ്ധരും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇതാണ് പരീക്ഷിത്തിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമായി വൃകാസുര കഥയാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത്, പണ്ടൊരു അസുരൻ ഉണ്ടായിരുന്നു. വൃഗൻ എന്നാണ് പേര്. അവന് ലോകജേതാവാകണമെന്ന് ആഗ്രഹം ജനിച്ചു. അതിന് വരബലം വേണം. വരം നൽകുന്ന മൂർത്തിത്രയത്തിൽ ശിവനാണ് ക്ഷിപ്രപ്രസാദി. അതിനാൽ തപസ് ശിവനെക്കുറിച്ചായി. ഉഗ്ര തപസ്സാണ് കേട്ടോ വൃഗൻ അനുഷ്ഠിക്കുന്നത്. തൻ്റെ ശരീരഭാഗം മുറിച്ച് ആ മാംസം അഗ്നിയിലിട്ടായിരുന്നു തപസ്. 6 ദിവസം അപ്രകാരം തപസ് ചെയ്തു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും മാംസം ഇതുപോലെ അരിഞ്ഞെടുത്ത് അഗ്നിയിലിട്ടു.
7-ാം ദിവസം സ്വന്തം തല തന്നെ വെട്ടി തീയിലിടാൻ വൃകൻ നിശ്ചയിച്ചു. തല വെട്ടാനായി വൃകൻ വാളോങ്ങിയതും ശിവഭഗവാൻ പ്രത്യക്ഷനായി. അതോടെ വൃകന്റെ ശരീരത്തിലെ എല്ലാ വ്രണങ്ങളും അപ്രത്യക്ഷമായി. പൂർവാധികം ശക്തനും ശരീരകാന്തിയും ഉള്ളവനായി വൃകൻ മാറി. എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന ഭഗവാന്റെ ചോദ്യത്തിന് വൃകൻ പറഞ്ഞു അത്രേ, ഞാൻ ആരുടെ ശിരസിൽ തൊടുന്നുവോ അവൻ ഉടൻ ഭസ്മമായി തീരണം. ശിവൻ തഥാസ്തു എന്ന് പറഞ്ഞ് വൃകനെ അനുഗ്രഹിക്കുകയും ചെയ്തു. പോരെ, അനുഗ്രഹം വാങ്ങിയ വൃകന് തൻ്റെ വരബലമൊന്ന് പരീക്ഷിച്ചറിയണമെന്ന് തോന്നുകയാണ്. ആരുടെ തലയിൽ കൈവച്ച് ഞാൻ പരിശോധിക്കും? അടുത്തൊന്നും ആരുമില്ല, ആരെയും കാണാനുമില്ല. അതിനാൽ അങ്ങയുടെ തലയിൽ തൊട്ട് വരബലം പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് തന്ന വരബലം അങ്ങയിൽ തന്നെ പരിശോധിക്കാമല്ലോ എന്നാണ് വൃകൻ പറയുന്നത്. ഭഗവാൻ സങ്കടത്തിലായി. വൃകാസുരന്റെ വക്രബുദ്ധി കണ്ട പരമശിവൻ ഓടി സ്ഥലം വിട്ടു. പക്ഷേ പിന്നാലെ വൃകാസുരനും കൂടി. ഓടി ഓടി ബഹുദൂരം ചെന്നപ്പോൾ ശ്രീഹരി സഹായത്തിനായി എത്തി, അതും ഒരു വടുരൂപിയായിട്ട്. ശ്രീഹരി വൃകാസുരനെ തടഞ്ഞുകൊണ്ട് ചോദിക്കും, വൃകാസുര, അങ്ങ് ഓടിത്തളരുന്നത് എന്തിനാണ് എന്ന്. ഉടനെ വൃകാസുരൻ പറയും, എനിക്ക് പരമശിവൻ ഒരു വരം തന്നു. ആ വരത്തിന് ശക്തിയുണ്ടോ എന്നറിയാൻ അദ്ദേഹത്തിൽ തന്നെ പ്രയോഗിച്ചു നോക്കാനാണ് ഞാൻ ഓടുന്നത് എന്ന്. ഉടനെ ശ്രീഹരി ചോദിച്ചു, പരമശിവന്റെ വരത്തിന് ശക്തിയുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ആ വരബലത്തെക്കുറിച്ച് സംശയിക്കുന്നത് തന്നെ വരബലത്തെ നഷ്ടമാക്കുന്നതാണ്. കൂടാതെ ശിവൻ ദക്ഷശാപത്താൽ ദുർബലനുമാണ്. അങ്ങേക്ക് വേണമെങ്കിൽ ആരുടെ തലയിലും കൈവച്ച് നോക്കാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംശയമുണ്ടെങ്കിൽ തലയെ അന്വേഷിച്ച് ഓടേണ്ട ഒരു കാര്യവുമില്ലല്ലോ, സ്വന്തം തല തന്നെ ഇല്ലേ എന്ന് ചോദിക്കും. വിഷ്ണുവിന്റെ മായയിലും വാക്കിലും വൃകൻ വീണു. ശരിയാണല്ലോ, ശിവന് ശക്തിയുണ്ടെങ്കിൽ സതീദേവിക്ക് ജീവഹാനി സംഭവിക്കുമായിരുന്നോ? ഞാൻ തപസ്സു ചെയ്തത് സ്വന്തം ജന്മം പാഴാക്കാനായിരുന്നു എന്ന് പോലും വൃകന് തോന്നി. സ്വന്തം തലയിൽ തന്നെ കൈവച്ചു. തലയിൽ കൈവച്ചതും വൃകാസുരൻ ഒരു ചാരക്കൂമ്പാരമായി മാറി. അവൻ ഭസ്മാസുരൻ എന്ന പേരിന് അർഹനുമായി. ശ്രീഹരി അത്ര വേഗം പ്രസാദിക്കില്ല. പ്രസാദിച്ചാലും ഭക്തന് ഹിതമായ വരദാനം മാത്രമേ നൽകുകയുള്ളൂ. അനുഗ്രഹിക്കാനുള്ളവരുടെ സകല സമ്പത്തും ആദ്യം തന്നെ നശിപ്പിക്കും. അവരുടെ അഹന്ത പരിപൂർണമായിട്ടും അകറ്റും. അതിനുശേഷം അനുഗ്രഹം ചൊരിയും. മഹാബലിക്കും ഇത് തന്നെയല്ലേ ഉണ്ടായത്? പുരാണങ്ങളെ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി 2 ഐതിഹ്യങ്ങളാണ് പറയുന്നത്. പാലാഴി മഥനം നടത്തിയപ്പോൾ ഉണ്ടായ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. വിഷം ഉള്ളിൽ ചെന്ന ഭഗവാന് ദോഷമൊന്നും വരാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുകി പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അത്രേ. അങ്ങനെ വിഷം കണ്ഠത്തിൽ സ്വരൂപിച്ചു. വിഷം കഴുത്തിൽ ഉറച്ചതു കാരണം അവിടെ നീലനിറമായി തീർന്നു. ഇതേ തുടർന്നാണ് ശിവന് നീലകണ്ഠൻ എന്ന വിശേഷണം ഉണ്ടാകുന്നത്. അന്നേ ദിവസം പാർവതീദേവി ഭഗവാനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു ഐതിഹ്യം എന്താണെന്ന് നോക്കാം. വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ആ ഐതിഹ്യം. അതായത് മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും മുളച്ചു വന്ന താമരയില് ബ്രഹ്മാവ് ജന്മമെടുത്തു. വിശാലമായ ജലപ്പരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണു ആണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല. അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ മേലഗ്രഹവും കീഴഗ്രഹവും കാണാനും സാധിക്കുന്നില്ല. അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. വളരെ ദൂരം സഞ്ചരിച്ചിട്ടും ഉദ്ദേശമൊന്നും ഫലിക്കാതെ രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് വന്നു നിന്നു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇരുവരെയും തൻ്റെ അന്തസാരമെന്തെന്ന് ബോധ്യപ്പെടുത്തിയത്രേ. ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി രാത്രിയിലായിരുന്നു. മേലിൽ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്നായിരിക്കും പേരെന്നും ശിവഭഗവാൻ അരുളി ചെയ്തു എന്നാണ് വിശ്വാസം. ശിവപുരാണം കോടി രുദ്ര സംഹിതയിലും ശിവരാത്രി വ്രതത്തിൻ്റെ ആചരണത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. ശിവപ്രീതികരവും ഭോഗമോക്ഷപ്രദവുമായ 10 മുഖ്യ ശൈവവ്രതങ്ങളിൽ സർവശ്രേഷ്ഠമായതാണ് ശിവരാത്രി വ്രതം. സോമവാര വ്രതം, അഷ്ടമി വ്രതം, പ്രദോഷ വ്രതം, ചതുർദശി വ്രതം,
ആർദ്രാവ്രതം തുടങ്ങിയവയാണ് മുഖ്യ ശൈവ വ്രതങ്ങൾ. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശിവക്ഷേത്ര ദർശനം നടത്താം. പൂർണ്ണ ഉപവാസമാണ് ഉത്തമം. അന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം, ശിവസഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലാവുന്നതാണ്. ഭഗവാന് കൂവളത്തിൽ അർച്ചനയും കൂവളമാല സമർപ്പിക്കുന്നതും ജലധാര നടത്തുന്നതും അത്യുത്തമമായാണ് കരുതപ്പെടുന്നത്. രാത്രി പൂർണ്ണമായും ഉറക്കം ഒഴിവാക്കിയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. പഞ്ചാക്ഷരി മന്ത്രം ഈ ദിനം ജപിക്കാം. ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ അറിയാതെ ചെയ്ത പാപം പോലും നശിക്കുമെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് ശിവഭഗവാന് കൂവളം ഇല സമർപ്പിക്കുന്നതിനെ പറ്റി അറിയാം. കൂവളമരത്തിൻ്റെ ഉത്പന്നങ്ങൾക്ക് ഔഷധ ഗുണങ്ങൾ ഉണ്ട്. ഇതിൻ്റെ വേരുകൾ, പഴങ്ങൾ, ഇലകൾ എന്നിവ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാക്കുന്ന മരുന്നുകൾ മറ്റ് നിരവധി രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിവിധ പുരാണങ്ങളിൽ കൂവളയില ഉപയോഗിച്ച് ശിവരാത്രിയിൽ ശിവനെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പത്മപുരാണത്തിലും ബ്രഹ്മപുരാണത്തിലും അസുരന്മാരിൽ നിന്ന് രക്ഷ നേടാൻ ശിവഭഗവാൻ കൂവളപ്പഴത്തിൽ ഒളിച്ചു എന്ന് പറയുന്നു. സ്കന്ദപുരാണം അനുസരിച്ച് തപസ്സനുഷ്ഠിക്കുമ്പോൾ മാതാ പാർവതിയുടെ വിയർപ്പിൽ നിന്നാണ് കൂവളമരം വളർന്നത്. ഈ വൃക്ഷത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ദേവിയുടെ വ്യത്യസ്ത അവതാരങ്ങൾ വസിക്കുന്നുവെന്നാണ് വിശ്വാസം. വേരിൽ ഗിരിജാദേവിയും, തോളിൽ മാഹേശ്വരിയും, ശാഖകളിൽ ദാക്ഷായണിയും, ഇലകളിൽ പാർവതിയും, പഴത്തിൽ കാത്യായനിയും, പൂക്കളിൽ ഗൗരിയും, മുള്ളുകളിൽ വിവിധ ശക്തികളും വസിക്കുന്നു. ഭവിഷ്യപുരാണത്തിൽ ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കൂവളമരത്തിലാണ് വിശ്രമിച്ചത് എന്ന് പറയുന്നു. ലക്ഷ്മി ദേവിയും കൂവളമരത്തിൽ വസിക്കുന്നു. കൂവള ഇലയ്ക്ക് സാത്വിക ആവൃത്തികൾ ആഗിരണം ചെയ്യാനും പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. ഇതിൻ്റെ 3 ഇലകൾ ശിവൻ, ശക്തി, ഗണപതി തത്വങ്ങളെയോ രജസ്, തമസ്, സാത്വിക ഗുണങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. ആലസ്യമാകുന്ന നിദ്രയിൽ ആണ്ടുകിടക്കുന്ന മാനവരാശിയെ തട്ടിയുണർത്തി മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉത്തേജനമേകാനാണ് വർഷത്തിലൊരിക്കൽ ശിവരാത്രി എത്തുന്നത്. ക്ഷണികമായ എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് ഭക്ഷ്യപാനീയങ്ങളെ ഒരു ദിവസമെങ്കിലും ഉപേക്ഷിച്ച് നിദ്രയെയും ആലസ്യത്തെയും കൈവടിഞ്ഞ് ഭയം, ക്രോധം, കാമമത, മാത്സര്യം എന്നീ മനോവികാരങ്ങളെ കഴുകിക്കളഞ്ഞ് ശുഭവും ദൈവികവുമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കഴിയാനാണ് ശിവരാത്രി വ്രതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്ക് ശിവമഹിമയെക്കുറിച്ചുള്ള ഒരു കഥ കൂടി കേട്ടാലോ? പാവപ്പെട്ട ഒരു വേടൻ പകലന്തിയോളം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഒരു മൃഗത്തെയും വേട്ടയാടാൻ കഴിഞ്ഞില്ല. രാത്രിയായി. വേടനാകട്ടെ വീട്ടിൽ നിന്നും വളരെ ദൂരത്തിലുമായിരുന്നു. സ്വയം രക്ഷ കരുതി അടുത്തു കണ്ട ഒരു മരത്തിൽ അയാൾ കയറിക്കൂടി. അത് ഒരു കൂവളമരമായിരുന്നു. രാത്രി മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടാൻ അയാൾ തീരുമാനിച്ചു. ഭക്ഷണത്തിന് വകയില്ലാതെ തന്നെയും കാത്ത് വീട്ടിൽ കഴിയുന്ന ഭാര്യയെയും മക്കളെയും ഓർത്ത് അയാൾ വിലപിച്ചു. വേടന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. അത് വില്വദളങ്ങളിൽ വീണ് ഇലകൾ താഴോട്ട് വീണു. താഴെയുണ്ടായിരുന്ന ശിവലിംഗത്തിലാണ് അവ പതിച്ചത്. അങ്ങനെ ആ വേടൻ അറിയാതെയാണെങ്കിലും ശിവപൂജ ചെയ്യുകയായിരുന്നു. ഗത്യന്തരമില്ലാത്ത പരിതസ്ഥിതിയിലാണെങ്കിലും ശിവരാത്രി നാൾ ഉപവസിക്കുകയും ശിവലിംഗത്തിൽ കണ്ണുനീരിൽ കുളിച്ച വില്വപത്രങ്ങളാൽ അർച്ചിക്കുകയും ചെയ്ത ആ പുണ്യാത്മാവ് ശിവലോകം പൂകിയതായാണ് കഥ. ഈ ശിവരാത്രി നാളിൽ വ്രതമനുഷ്ഠിച്ച് ശിവപൂജ ചെയ്ത് ശിവപഞ്ചാക്ഷരി ജപിച്ചിരിക്കുന്ന ഓരോ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശിവാർപ്പണമസ്തു.